ഒരു പുതിയ സൈനികൻ യുദ്ധഭൂമി വൃത്തിയാക്കുന്നതിനിടയിൽ മരിച്ചുകിടന്ന ഒരു സൈനികന്റെ പോക്കറ്റിലേക്ക് അവന്റെ ശ്രദ്ധ പോയി. അതിനുള്ളിൽ എന്തോ ഉള്ളതായി തോന്നിയതോടെ പരിശോധിച്ചപ്പോൾ 4 നാണയങ്ങൾ കിട്ടി. ഈ 4 നാണയങ്ങളാണ് ഒരു ദിവസം തന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്നതെന്ന് അവൻ അന്നൊട്ടും അറിയില്ലായിരുന്നു. അടുത്ത ദിവസം പുതിയ സൈനികരും ചേർന്ന് മുൻനിരയിൽ കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശത്രു സൈന്യത്തിന്റെ ശക്തമായ ആക്രമണമുണ്ടായി. എല്ലായിടത്തും പരിഭ്രാന്തി പടർന്നു. സാഹചര്യം വഷളായതോടെ ക്യാപ്റ്റൻ ഉടൻ പിൻവാങ്ങാൻ ഉത്തരവിട്ടു. എന്നാൽ തന്റെ കൂട്ടുകാർ ഓരോരുത്തരായി വീഴുന്നത് കണ്ട സൈനികൻ ദേഷ്യത്തോടെ റൈഫിലെടുത്ത് ശത്രുവിന്റെ മെഷീൻ ഗണ്ണറിനെ ലക്ഷ്യമിട്ടു. അതിനിടെ കൂട്ടുകാർ പിൻവാങ്ങുന്നതിന്റെ ശബ്ദം പോലും അവൻ കേട്ടില്ല. ട്രിഗർ അമർത്തിയതോടെ ഒരൊറ്റ വെടിയുണ്ടയിൽ മെഷീൻ ഗണ്ണറെ വീഴ്ത്തി. തന്റെ കൃത്യമായ വെടിവയ്പിൽ സന്തോഷിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം അവിടെ നിന്ന് പോയിരുന്നു. അതേസമയം ശത്രു സൈനികർ അവന്റെ ഭാഗത്തേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ഒരു മരിച്ച സൈനികന്റെ ശരീരത്തിനടിയിൽ ഒളിച്ച് അവനും മരിച്ചവനെ പോലെ കിടന്നു. എന്നാൽ ശത്രു സൈനികർ ഓരോ മൃതദേഹത്തിനും നേരെ വെടിവെച്ച് ആരും ജീവനോടെ ശേഷിക്കാതിരിക്കാനായിരുന്നു ശ്രമിച്ചത്. അടുത്ത നിമിഷം അവന്റെ ശരീരത്തിലും വെടിയേറ്റു. ശത്രുക്കൾ പോയതിനു ശേഷം അവൻ എഴുന്നേറ്റപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ആ 4 നാണയങ്ങളാണ് വെടിയുണ്ടയെ തടഞ്ഞ് അവന്റെ ജീവൻ രക്ഷിച്ചത്. ആസ്ഥാനത്ത് തിരിച്ചെത്തിയ ഉടൻ അവനെ ഒരു ഒളിച്ചോടിയ സൈനികനായി കണക്കാക്കി. സൈനിക നിയമപ്രകാരം ഉദ്യോഗസ്ഥർ അവനെ വെടിവെച്ച് കൊല്ലാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോഴാണ് ശത്രുവിന്റെ ഒരു മെഷീൻ ഗണ്ണർ കൊല്ലപ്പെട്ടെന്ന വാർത്ത എത്തിയത്. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അവനെ ആരാണ് കൊന്നത്? പുതിയ സൈനികൻ മുന്നോട്ട് വന്നു പറഞ്ഞു, ആ വെടിയുതിർത്തത് ഞാനാണ്. എന്നാൽ ആരും അവന്റെ വാക്ക് വിശ്വസിച്ചില്ല. ഒടുവിൽ സ്വയം തെളിയിക്കാൻ ഉദ്യോഗസ്ഥൻ അവനൊരു അവസരം നൽകി. 200 മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് എണ്ണവിളക്ക് കത്തിച്ചു. സൈനികൻ യാതൊരു ഭയവുമില്ലാതെ ലക്ഷ്യം വെച്ചു. ട്രിഗർ അമർത്തിയതും ഒരൊറ്റ വെടിയുണ്ടയിൽ വിളക്കണഞ്ഞു. അതോടെ പരീക്ഷണം കൂടുതൽ കഠിനമാക്കി.